ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSCയുടെ ഇലക്ട്രീഷ്യൻ എക്സാം നവംബർ 22 ആണ്. അതുപോലെ ലൈൻമാൻ്റെ എക്സാം ഡിസംബർ 16 ആണ്. സോ അതിൻ്റെ ബേസിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക് സീരീസ് 41 ആണ്. അപ്പോൾ നമ്മുടെ 2 ബാച്ചസും കറൻറ്റ്ലി റണ്ണിങ് ആണ്. ഇൻട്രസ്റ്റ് ഉള്ളവർ കോൺടാക്ട് ചെയ്യാം നമ്പറിൽ. അതുപോലെ നമ്മൾ ഡെയിലി നമ്മൾ അൺഅക്കാഡമിയിൽ ലൈവായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്യുന്നുണ്ട്. ലൈൻമാൻ്റെയും ഇലക്ട്രീഷ്യൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് അതിൽ ജോയിൻ ആവാം. ഇന്ന് 10:00 ഒരു ക്ലാസ് ഉണ്ട്. അതുപോലെ തന്നെ 8 മണിക്ക് ഒരു ക്ലാസ് ഉണ്ട്. അതിൻ്റെ ക്ലാസ്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അതുപോലെ നമ്മുടെ അൺഅക്കാഡമിയിലെ നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ബാച്ച് കോഴ്സ് ഡീറ്റെയിൽസ് നോക്കാം. ദിശ 70 ഡേയുടെ ബാച്ച് കോഴ്സ് ഫോർ 12th ലെവൽ മെയിൻ എക്സാം 20th ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചാണ്. ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സാണ് ക്ലാസ്സസ് എടുക്കുന്നത്. അതുപോലെ തന്നെ 30 ഡേയുടെ ബാച്ച് കോഴ്സ് ഫോർ LDC മെയിൻസ് 21st ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ്. അതുപോലെ തന്നെ നമ്മുടെ ആരംഭം ഒരു ഫൗണ്ടേഷൻ ബാച്ചാണ്. 150 ഡേയുടെ ഫൗണ്ടേഷൻ ബാച്ചാണ്. 10th ലെവൽ എക്സാം LDC, LGS, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് എക്സാംസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്കുള്ള ഒരു ബിഗിനേഴ്സ് ബാച്ചാണ്. 13th ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ്. അതുപോലെ LD ടൈപ്പിസ്റ്റിൻ്റെ ഒരു 60 ഡേയുടെ ബാച്ച് കോഴ്സ് 10th ലെവൽ. പ്രയാണം 75 ഡേയുടെ ബാച്ച് കോഴ്സ് ഫോർ റിസർച്ച് ഓഫീസർ എക്സാം. ഓക്കെ, അങ്ങനെ 2 ബാച്ചസും റണ്ണിങ് ആണ്. ഡിഫറെൻറ്റ് ബാച്ചസ് റണ്ണിങ് ആണ്. ടെസ്റ്റ് സീരീസ് ഉണ്ടാവും. ഓക്കെ, ഫ്രീ ആയിട്ടുള്ള ടെസ്റ്റാണ്. ഫ്രൈഡേ കറണ്ട് അഫയേഴ്സിൻ്റെ 40 ക്വസ്റ്റ്യൻസ് ഇൻ 30 minutes. ഇനി നമുക്ക് ഒക്ടോബർ 29 മാത്രമേ ഉള്ളൂ. 10 മണി മുതൽ 10:30 വരെയാണ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പ്ലസ്സിലാണെങ്കിൽ കംപ്ലീറ്റ് സിലബസ്, അൺലിമിറ്റഡ് പ്രാക്ടീസ് ടെസ്റ്റ്, അൺലിമിറ്റഡ് PDF നോട്ട്സ്, റെഗുലർ ഡൗട്ട് ക്ലിയറിംഗ് ബൈ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സും ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ലൈവിൽ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ മൈ റെഫറൽ കോഡ് സിനു ആൻസി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ മാസത്തെ ഫീസിൽ നിന്നും 10% ഓഫും ഉണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ LDC, LD ടൈപ്പിസ്റ്റ്, അതുപോലെ തന്നെ റിസർച്ച് ഓഫീസർ എക്സാം, LGS ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യൂ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഓരോ മാസത്തെ ഫീസിൽ നിന്നും 10% ഓഫ് ഉണ്ട് മൈ റെഫറൽ കോഡ് സിനു ആൻസി യൂസ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അൺഅക്കാഡമിയുടെ നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ബാച്ച് കോഴ്സ് ഡീറ്റെയിൽസ്. അതുപോലെ തന്നെ നമ്മുടെ ടെക്നിക്കൽ ബാച്ചിൻ്റെ ഇലക്ട്രീഷ്യൻ്റെയും ലൈൻമാൻ്റെയും ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നമ്മൾ വയ്ക്കുന്നുണ്ട്. ഇന്ന് രാവിലെ 10:00 ഒരു ക്ലാസ് ഉണ്ട്. അതുപോലെ തന്നെ വൈകിട്ട് 8 മണിക്ക് ഒരു ക്ലാസ് ഉണ്ട്. 2 ക്ലാസ്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് നമ്മൾ 23 ക്വസ്റ്റ്യൻസ് നോക്കിയായിരുന്നു. അപ്പോൾ ബാക്കി വരുന്ന ഒരു 25 ക്വസ്റ്റ്യൻസ് നോക്കാം. 24ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ നോക്കാം. ഇൻ ആൻ ഇൻഡക്ഷൻ മോട്ടർ ദ ഫിനോമിനൻ ഫൗണ്ട് ദാറ്റ് ദ മോട്ടർ ഹാവിംഗ് എ ടെൻഡൻസി ടു റൊട്ടേറ്റ് 1/7 ഓഫ് ദി നോർമൽ സ്പീഡ്. മോട്ടർ ഹാവിംഗ് ദ ടെൻഡൻസി ടു റൊട്ടേറ്റ് 1/7 ഓഫ് ദി നോർമൽ സ്പീഡ്. ഏതാണ് ആ പ്രോസസ്സിൻ്റെ പറയുന്ന പേര്? ക്രോളിംഗ്. ഓക്കെ, അടുത്ത 25ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ റിപ്പൾഷൻ മോട്ടർ ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഈസ് ചേഞ്ച്ഡ് ബൈ ചേഞ്ചിങ്. റിപ്പൾഷൻ മോട്ടറിൽ ഡയറക്ഷൻ ഓഫ് റൊട്ടേറ്റർ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? ബൈ ചേഞ്ചിങ് ബ്രഷ് പൊസിഷൻ. ദ സ്പീഡ് ഓഫ് യൂണിവേഴ്സൽ മോട്ടർ അറ്റ് നോ ലോഡ് ഈസ് അബൌട്ട്. നോ ലോഡിൽ നമ്മുടെ യൂണിവേഴ്സൽ മോട്ടറിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ സ്പീഡായിരിക്കും അല്ലേ? അപ്പോൾ ഏകദേശം ഒരു 20,000 RPM ഒക്കെ വരാം. അടുത്ത ക്വസ്റ്റ്യൻ. ആസ് പെർ IE റൂൾ ദ ലോഡ് ഇൻ ഈച്ച് പവർ സബ് സർക്യൂട്ട് നോട്ട് എക്സീഡ്. IE റൂൾ പ്രകാരം ലോഡ് ഇൻ ഈച്ച് പവർ സബ് സർക്യൂട്ട് നോട്ട് എക്സീഡ് എത്രയാണ്? 3000 വാട്ട്. നോട്ട് എക്സീഡ് 3000 വാട്ട്. അടുത്ത 28ാമത്തെ ക്വസ്റ്റ്യൻ. ദ സോക്കറ്റ് ഔട്ട്ലെറ്റ് ഷോൾ ബി പ്രൊവൈഡഡ് ഇൻ എ ബാത്റൂം അറ്റ് എ ഹൈറ്റ് നോട്ട് ലെസ് ദാൻ. എത്ര ഹൈറ്റിലായിരിക്കും സോക്കറ്റ് ഔട്ട്ലെറ്റ്? അറ്റ് എ ഹൈറ്റ് ലെസ് ദാൻ 1.3 മീറ്റർ. ഓക്കെ, അടുത്ത്. ദ സ്പീഡ് കൺട്രോൾ ഒബ്റ്റെയിൻഡ് ഇൻ ഡൊമസ്റ്റിക് മിക്സർ ഗ്രൈൻഡർ. ഡൊമസ്റ്റിക് മിക്സർ ഗ്രൈൻഡറിൽ ഉപയോഗിക്കുന്ന സ്പീഡ് കൺട്രോൾ ഏതാണ്? ഇറ്റ് ഈസ് ടാപ്ഡ് ഫീൽഡ് കൺട്രോൾ. ഓക്കെ, ടാപ്ഡ് ഫീൽഡ് കൺട്രോൾ. അടുത്ത 30ാമത്തെ ക്വസ്റ്റ്യൻ. പ്ലമറ്റ് ഈസ് എ മെഷറിംഗ് ടൂൾ യൂസ്ഡ് ഫോർ. പ്ലമറ്റ് ഈസ് എ മെഷറിംഗ് ടൂൾ യൂസ്ഡ് ഫോർ ഏത് പൊസിഷനായിരിക്കും? ട്രൂ വെർട്ടിക്കൽ പൊസിഷൻ. 31ാമത്തെ ക്വസ്റ്റ്യൻ. ദ സ്പീഡ് ഓഫ് ടർബോ ജനറേറ്റർ ഈസ് യൂസ്ലി. ടർബോ ജനറേറ്ററിൻ്റെ സ്പീഡ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 3000 RPM വരും. എമംഗ് ദം വിച്ച് ഇസ് നോട്ട് എ സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് PVC കോൺഡ്യൂട്ടിന് സ്റ്റാൻഡേർഡ് സൈസ് അല്ലാത്തത് 15 mm. വി കർവ് ഓഫ് എ 3-phase സിംഗിളസ് മോട്ടർ ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ. വി കർവ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. റിലേഷൻ ബിറ്റ്വീൻ ഫീൽഡ് കറണ്ടും ആർമേച്ചർ കറണ്ടും. ദ ഹെഡ് ഓഫ് ഹൈ ഹെഡ് ഹൈഡ്രോളിറ്റിക് പവർ പ്ലാന്റ്. ഹൈ ഹെഡ് ഹൈഡ്രോളിറ്റിക് പവർ പ്ലാന്റിൻ്റെ ഹെഡ് അല്ലെങ്കിൽ ഹൈറ്റ് എത്രയാണ്? ഇറ്റ് ഇസ് 200 meter. പമ്പ്ഡ് സ്റ്റോറേജ് പവർ പ്ലാന്റ് ബിലോങ്സ് പീക്ക് ലോഡ് പവർ പ്ലാന്റ്. ഏതാണ്? പീക്ക് ലോഡ് പവർ പ്ലാന്റ്. ദ കൂളൻ്റ് യൂസ് ഇൻ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. ഏത് കൂളൻ്റ് ആണ്? ഇട്ട് സോഡിയം. അടുത്ത ക്വസ്റ്റ്യൻ. ലോങ് ആൻഡ് മീഡിയം ട്രാൻസ്മിഷൻ ലൈൻ ദ റിസീവിംഗ് ആൻഡ് വോൾട്ടേജ് ഇസ് ഗ്രേറ്റർ ദാൻ സെൻഡിങ് ആൻഡ് വോൾട്ടേജ്. ആ ഫിനോമിന പറഞ്ഞ പേരെന്താണ്? ഇറ്റ് ഇസ് ഫെറാനിറ്റി ഇഫക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ ടൈപ്പ് ഓഫ് ഇൻസുലേറ്റർ യൂസ് ഇൻ സബ്മറീൻ കേബിൾ ഉപയോഗിക്കുന്ന ഇൻസുലേറ്റർ ഗട്ട പർച്ച. അടുത്ത ക്വസ്റ്റ്യൻ. SL ടൈപ്പ് കേബിൾസ് ആർ യൂസ്ഡ് അപ് ടു. SL ടൈപ്പ് കേബിൾസ് എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഇത് 66 kV ആണോ, 33 kV ആണോ, 11 kV ആണോ, 132 ആണോ? എന്താണ് SLൻ്റെ ഫുൾ ഫോം? ഇറ്റ് ഈസ് സെപ്പറേറ്റ് ലെഡ് കേബിൾസ് ആർ യൂസ്ഡ് അപ് ടു. എത്ര കിലോവോൾട്ട് ആണ് സെപ്പറേറ്റ് ലെഡ് ടൈപ്പ് കേബിൾസ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് 66 kilovolt. അടുത്ത ഫ്യൂസിംഗ് ഫാക്ടർ ഓഫ് HRC ഫ്യൂസിൻ്റെ ഫ്യൂസിംഗ് ഫാക്ടർ 1.1. ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ദി കണ്ടക്റ്റീവ് മെറ്റീരിയൽ ഓൺ ദ ബേസ് ഓഫ് കണ്ടക്റ്റിംഗിൻ്റെ ബേസിലുള്ള കണ്ടക്ടിവിറ്റി ഏതായിരിക്കും?
ഓക്കെ, സിൽവർ, കോപ്പർ, ഗോൾഡ്, അലുമിനിയം അല്ലേ. സിൽവർ, കോപ്പർ, ഗോൾഡ്, അലുമിനിയം നമ്മൾ ഹിൻ്റൊക്കെ വെച്ച് പഠിച്ചിട്ടുണ്ട്. സിൽവർ, കോപ്പർ, ഗോൾഡ്, അലുമിനിയം. അടുത്ത ക്വസ്റ്റ്യൻ, എമംഗ് ദം വിച്ച് മെറ്റൽ ഹാവ് ഹയസ്റ്റ് ഡയലക്ട്രിക് സ്ട്രെങ്ത്. ഹയസ്റ്റ് ഡയലക്ട്രിക് സ്ട്രെങ്ത് ഉള്ളത് മൈക്ക. ഹ്യൂമൻ ബോഡിയിൽ ഇയർ ടു ഇയർ റെസിസ്റ്റൻസ് ഈസ് അബൌട്ട് ഇറ്റ് ഈസ് 100 ohm. ദ ലിമിറ്റിംഗ് ടെമ്പറേച്ചർ ഓഫ് ക്ലാസ് എ ലിമിറ്റിംഗ് ടെമ്പറേച്ചർ ടെമ്പറേച്ചർ എത്രയാണ്? 44ാമത്തെ ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് 105 degree Celsius. കോൺസ്റ്റാനം ഇസ് ദൻ അലോയി കണ്ടെയ്ൻ. ഏതൊക്കെ അലോയിയാണ്? 60% കോപ്പറും 40% നിക്കലും. ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ യൂസ്ഡ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് കേബിൾ ജോയിൻറ്റിൽ യൂസ് ചെയ്യുന്ന ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഏതാണ്? ഇറ്റ് ഈസ് ബിറ്റുമിനസ് കോമ്പൗണ്ട്. ദ റേഷ്യോ ഓഫ് MMF ടു റിലക്റ്റൻസ്. MMF റിലക്റ്റൻസിന് പറയുന്ന പേര് ഏതാണ്? MMF ടു റിലക്റ്റൻസ് പറയുന്ന പേര് ഏതാണ്? ഇറ്റ് ഈസ് ഫ്ലക്സ്. The thumb rule of measurement of insulation resistance of an installation should be not less than. The thumb rule of measurement of insulation should be less than, not less than. Should be not less than. It is 1 mega ohm. The average voltage drop of a soft graphite brush in a DC generator. Very important question ആണ്. Average voltage drop of a soft graphite brush in a DC generator. It is 1.6 volt. Last question, a magnetic material having large area of hysteresis loop. The material having large area of hysteresis loop ആണെങ്കിൽ ഏതാണ്? ലോ പെർമിബിലിറ്റിയും ഹൈ റെറ്റൻറ്റിവിറ്റി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ 25 ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാവരും പഠിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ലൈവിലും വരാൻ നോക്കുക. ഓക്കെ, താങ്ക് യു.